ഉണ്ടായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അത്ര ശക്തമായ ആത്മബന്ധം കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ലീഗിന്റെ അണികൾ അതിന്റെ നേതാക്കന്മാരെ സ്നേഹിക്കുന്നു. ബഹുമാന്യായ സിംഹാസനങ്ങൾ അതിന്റെ ആൾരൂപമായി അദ്ദേഹം പ്രവർത്തകന്മാരെ അങ്ങേയറ്റം സ്നേഹിച്ചു. പ്രവർത്തകന്മാർ അദ്ദേഹത്തെയും അങ്ങേയറ്റം സ്നേഹിച്ചു. യാതൊരു തര കലർപ്പുമില്ല. അങ്ങനെയുള്ള സ്നേഹബന്ധം അധികം മറ്റു പാർട്ടികളിൽ കാണാറില്ല. ഇടതുപക്ഷമൊക്കെ ആണ് എങ്കിൽ എമ്മിലൊക്കെ ആണ് എങ്കിൽ നോക്കി ആരെയാണെങ്കിലും കാല് വാരുന്ന ആ തരത്തിലുള്ള ഒരു റിലേഷനൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും നമ്മൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ വിദേശത്ത് വന്ന് നമ്മുടെ മണ്ണിൽ വെച്ച് സന്ദർഭം വരുമ്പോൾ കാണുന്ന കൂടിക്കാഴ്ചയായിരുന്നു. ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാം. വന്നിടത്തോളം റിപ്പോർട്ടുകളും അതുപോലെ തന്നെ പഠനങ്ങളും അതുപോലെ സർവേകളും അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വീടുകളിൽ പോയി വിശ്രമിക്കുന്ന വോട്ടർമാരോട് ചോദിച്ചിട്ടാണെങ്കിലും ശരി, വോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന പ്രീ പോള് പിന്നെ ആണെങ്കിലും എക്സിറ്റ് പോൾ ആണെങ്കിലും എന്താണെങ്കിലും ശരി, എല്ലാം UDF അനുകൂലമാണ്. പക്ഷെ എന്നാലും കന്യാകുമാരിയിൽ എത്ര എന്നറിയുള്ളൂ. എല്ലാ സർവേകളും എല്ലാ റിപ്പോർട്ടുകളും എല്ലാ സംഗതികളും UDF വ്യത്യാസം മറ്റേ കാര്യത്തിലേ ഉള്ളൂ, സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അപ്പോ റിസൾട്ട് നമുക്ക് അനുകൂലമാകും എന്ന് തന്നെ അള്ളാഹു അങ്ങനെ വരട്ടെ. നമുക്ക് റിസൾട്ട് അനുകൂലമായി വരികയാണ് എങ്കിൽ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ പ്രവർത്തകന്മാർക്കും പൊതുസമൂഹത്തിനും ഒക്കെ പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള പരിപാടി നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ജനങ്ങളെ സമുദ്ധരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. അവരുടേതായ ചില കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്നല്ലാതെ സമൂഹത്തെ മൊത്തം ഒരുപോലെ കാണാനുള്ള നിലപാട് അവർക്കില്ല. കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്ക് തന്നെ അങ്ങനെയില്ല. അവരുടെ സിദ്ധാന്തം എപ്പോഴും ആ രീതിയിലാണ്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന് പറയും. ലക്ഷ്യമില്ല മാർഗവുമില്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടതിന്റെ ഒരു ദുരന്തമാണ് കാണുന്നത്. പണ്ടാണി അവരുടെ പ്രസ്ഥാനത്തിൽ ആശയത്തിൽ അവർക്കൊരു വിശ്വാസം, ഇപ്പൊ അവർക്ക് അതിലൊന്നും ഒരു വിശ്വാസം. രാജ്യത്തിന് വലിയ ആപത്താണ് അവരുടെ. യാതൊരു ഐഡിയോളജി ഇല്ല, ഒരു പഠിച്ചവനപ്പേടിയില്ല, ഒരു എന്താ പറയാ ദൈവഭയത്തിൽ അധിഷ്ഠിതമായ മനുഷ്യ സ്നേഹവും ഇല്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടർ രാജ്യം ഭരിച്ച വലിയ ആളുകൾ. ആരും അറിയില്ലെങ്കിൽ എന്ത് കുരുത്തക്കേടും, ആരും അറിയില്ലെങ്കിൽ എന്ത് ദോഷവും ചെയ്യാം എന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ച് അവർ വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്ന സന്ദർഭത്തിലൊക്കെ എത്ര നീചമായ മാർഗങ്ങൾ അവലംബിച്ചാലും തിരക്കില്ല, തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം എന്നേ അവർ ചിന്തിച്ചു. അതിനെല്ലാവരും അച്യുതാനന്ദനെടുത്ത നിലപാട് എല്ലാവരും അച്യുതാനന്ദന്റെ വോട്ട് വെച്ച് എല്ലാവരും വോട്ട് പിടിക്കാൻ തയ്യാറാണ്. എടുത്ത നിലപാട് വളരെ നീചമാണ്, വളരെ മോശമാണ്. അതേപോലെ തന്നെ എടുത്ത നിലപാടിനൊന്നും യാതൊരു സത്യവുമില്ല, നിയമസാധ്യതയില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും അധികാരം കിട്ടിയാൽ മതി എന്തിനും തയ്യാറാകുന്നത്. എന്നാൽ കിട്ടിയ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ 5 കൊല്ലം അവർ മെൻകെട്ടിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ വളരെ പുറകോട്ട് കൊണ്ടുപോയി. ഈ 5 കൊല്ലമൊക്കെ ഇന്ത്യക്കുണ്ടായ വളർച്ചന്റെ എത്രയും മുമ്പ് നടക്കേണ്ട ഒരു സ്റ്റേറ്റായിരുന്നു. തൊഴിലവസരം കൂടേണ്ട ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പു തരാം, നമ്മൾ അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ഭരണം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യുവാക്കൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികൾക്ക് അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഏത് തരത്തിൽ പോകും എന്ന് നമ്മളെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ അഴിമതിരഹിതമായ
അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ ഈ പാരമ്പര്യവും ഈ പരമ്പരയും ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു പോവുക. അതിന്റെ ഗുണം നമ്മുടെ നാട്ടിൽ പല രൂപത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ സംഘടിതമായ ശക്തി കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതാണ് ഏറ്റവും വലിയ ഗുണം. ഇതൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു സംരക്ഷണം ഉണ്ടാവും. വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് സ്വന്തം കുടുംബത്തെ ഇവിടെ വിട്ടുപോരുമ്പോൾ പോലും ഈ സംഘടിത ശക്തിയുടെ ഒരു സംരക്ഷണം ആവശ്യം അറിയാം. അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ മൊത്തം ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ അല്ലാതെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് തന്നാൽ ആ ഗുണം ഈ ഗുണം എന്ത് കിട്ടി എന്നൊന്നും ചോദിച്ചിട്ടൊന്നും ഒരർത്ഥം. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം, അതുപോലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സംഘടിത ശക്തി കൊണ്ട് അഭിമാനകരമായി നിൽക്കാനുള്ള, ഗുജറാത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒഴിച്ചുപോക്കാണ്. പഴയകാലത്ത് അവർ ഇതിനേക്കാൾ നിലവാരമുള്ള കൂട്ടറായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോ അവിടെ പുതുതായിപ്പോ വന്ന തലമുറക്ക് അവിടെ അവകാശം അത് അവിടെ ഒരുപാട് നിലയിൽ ചോദ്യം ചെയ്യപ്പെടും. അഭിമാനത്തോടു കൂടിയുള്ള അസ്തിത്വം, അതാണ് സമൂഹത്തിന്റെ അഭിമാനത്തോടു കൂടിയുള്ള അസ്തിത്വത്തിന് വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. ആ അഭിമാനത്തോടുള്ള അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എന്ത് ഹീനമാർഗവും ഉപയോഗിക്കാൻ VS പോലെയുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നത്. തന്നെയാണ് അതേപോലെയുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ NSS അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഇടുങ്ങിയ നാരോ കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ ദ്രോഹത്തിന് എപ്പോഴും ഇറങ്ങിയ അവർക്കൊക്കെ എതിരായി സംഘടിത ശക്തി നടത്തി. പിന്നെ അതിൻ്റെ സംഘടിത പ്രവർത്തനത്തിലൂടെ സാധുസഹായ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഈ തരത്തിലുള്ള സംഗതികളാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് ആയിക്കട്ടെ. ഇപ്പോ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആവശ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ. കാരണം വിജയം നമുക്ക് ഉണ്ട് എന്നുള്ളത് കണക്കുകൾ നോക്കിയാലും ശരി, നമ്മുടെ ആവശ്യം, സമൂഹത്തിന്റെ ആവശ്യം, സമുദായത്തിന്റെ ആവശ്യം, പാർട്ടിയുടെ ആവശ്യം വിജയിച്ചേ പറ്റൂ. ആ